ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മരിച്ചയാളിന്റെ വലത് കൈപ്പത്തിയിൽ വെടിയേറ്റിട്ടുള്ളതായി ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതൊരിക്കലും മരണകാരണമാവില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ മരണകാരണം മറ്റെന്തോ ആണ്. പിന്നെ എന്റെ കക്ഷിക്ക് തോക്ക് ഉപയോഗിക്കാൻ അറിയില്ല, അതിന് ലൈസൻസും ഇല്ല. സെക്ഷൻ 27 എവിഡന്റ് ആക്ട് പ്രകാരം പ്രതിയായ എന്റെ കക്ഷിയിൽ നിന്ന് ഒരായുധവും ഇന്ന് വരെ പോലീസ് കണ്ടെത്തിയിട്ടുമില്ല. ഞാൻ അന്വേഷിച്ചു മനസ്സിലാക്കിയ പ്രകാരം കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ഈ അനിരുദ്ധൻ നന്നായി മദ്യപിക്കുന്ന ഒരാളായിരുന്നു. അതും ഒറ്റയ്ക്കല്ല, സംഘം ചേർന്ന് സുഹൃത്തുക്കളോടൊപ്പം. അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു തർക്കം ഉണ്ടാവുകയും ആരെങ്കിലും അദ്ദേഹത്തെ വെടിവെച്ചത് കൈപ്പത്തിയിൽ ഏൽക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ ഈ പാറക്കുഴിയിൽ വീണുപോയതാകാനുമാണ് സാധ്യത. ബാക്കി എന്തൊക്കെയാണ്? പ്രോസിക്യൂഷൻ പറഞ്ഞ ഒരു വാദം ഞാൻ അംഗീകരിക്കുന്നു. ഇത് പൂർണ്ണമായും ആസൂത്രിതമായ ഒരു ക്രൈം തന്നെയാണ്. പക്ഷേ അത് ചെയ്തത് എന്റെ കക്ഷിയല്ല. കാരണം അങ്ങനെയുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലവും എന്റെ കക്ഷിക്കില്ല. പിന്നെ അനിരുദ്ധനോട് എന്റെ കക്ഷിക്ക് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നതും തെറ്റാണ്. യുവർ ഓണർ, കേരളത്തിൽ നിരപരാധികളായ ഒരുപാട് ചെറുപ്പക്കാർ പോലീസിന്റെ ഇതുപോലുള്ള ക്രൂരതയിൽ ബലിയാടാവുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഉരുട്ടിക്കൊലയും ലോക്കപ്പ് മർദ്ദന കൊലപാതകങ്ങളും ഒരുപാട് കണ്ടവരാണ് നമ്മൾ. നിരപരാധിയായ എന്റെ കക്ഷിയെ കൊലക്കേസിൽപ്പെടുത്താൻ ഏതൊക്കെ വകുപ്പുകളാണ് ചാർജ് ചെയ്തിരിക്കുന്നത്? BNS 105 ഇന്റൻഷണൽ കില്ലിംഗ്, സെക്ഷൻ 45 കോൺസ്പിറൻസി ടു മർഡർ, സെക്ഷൻ 48 തെളിവ് നശിപ്പിക്കൽ. നിരപരാധിയായ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം ഇല്ലാതാക്കാൻ പോലീസ് നടത്തുന്ന ഈ ഗൂഢാലോചനയ്ക്ക് ഇതിലപ്പുറം എന്തെങ്കിലും തെളിവ് വേണമെന്ന് ഞാൻ കരുതുന്നില്ല. യുവർ ഓണർ, ഒരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്ത ആളാണ് എന്റെ കക്ഷി. ഈ അന്വേഷണത്തിന്റെ ഏത് ഘട്ടത്തിലും അന്വേഷണ സംഘത്തോടൊപ്പം സഹകരിക്കാൻ അദ്ദേഹം തയ്യാറുമാണ്. കസ്റ്റോഡിയൽ ഇൻട്രോഗേഷന്റെ ആവശ്യം തന്നെ ഈ കേസിൽ ഇല്ല. അനിരുദ്ധൻ എന്ന ആളെ കൊല്ലാനുള്ള വ്യക്തമായ ഒരു മോട്ടീവും എന്റെ കക്ഷിക്കില്ല. അദ്ദേഹം തികച്ചും ഈ കേസിൽ നിരപരാധിയാണ്. %100 ഒരു ഫോൾസ് ഇംപ്ലിക്കേഷനാണ് ഈ കേസെന്നാണ് ഡിഫൻസ് കൗൺസിലിന്റെ വാദം. ആയതിനാൽ സെക്ഷൻ 437, 439 പ്രകാരം എന്റെ കക്ഷിക്ക് ജാമ്യം നൽകണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ.